അവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. KSABക്ക് ഉത്തരവാദിത്തമുണ്ട്, സ്കൂൾ മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുകൾക്ക്. എങ്ങനെയാണ് ആ കെട്ടിടത്തിന് ക്ലിയറൻസ് കൊടുത്തത്? ലൈൻ തൊട്ട് മുകളിൽ കൂടി പോകുന്നൊരു കെട്ടിടത്തിന് എങ്ങനെ ക്ലിയറൻസ് കൊടുത്തു? എങ്ങനെയാണ് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞത് ഈ കൊച്ചു മോളിൽ കയറിയെന്ന് പറയും. പിള്ളേർ മോളിൽ കയറും. ഇപ്പോഴത്തെ കുട്ടി മാത്രമല്ല, നമ്മളൊക്കെ മോളിൽ കയറിയിട്ടുള്ള കുട്ടികളാണ്. ഒരു ചെരുപ്പ് പോയാൽ മോളിൽ കയറി എടുക്കും. അപ്പോൾ കൊച്ചിൻ്റെ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തം. ഇതാണ് ഈ മന്ത്രിമാർ. നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇവരാണ് ഓരോ മരണവും ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. സത്യത്തിൽ ഇത് ഭാവിയിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുരക്ഷ ഓടിയിട്ട് വേണ്ട. ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. ഒരു കുട്ടി പാമ്പ് കടിച്ച് മരിച്ചപ്പോൾ, ഒരു പെൺകുച്ച്. സുരക്ഷാ ഓഡിറ്റ് വേണം, എല്ലാ സ്കൂളുകളിലും ചെക്ക് ചെയ്യണം. നമ്മൾ എത്രയോ പ്രാവശ്യം ആശുപത്രികളിൽ ഈ ഓഡിറ്റ് വേണം എന്ന് എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഒരു ആശുപത്രി കെട്ടിടം പൊളിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു ലോക്കൽ ബോഡി ആവശ്യപ്പെട്ടാൽ പോലും എത്ര മാസം കാത്തിരിക്കണം. അപ്പോൾ ഇത് ഈ അപകടമാണ്. എന്നിട്ട് ഇന്നലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ്. എന്തൊരു നാണക്കേടാണ്. ഒരു കടുവ വയനാട്ടിൽ ഒരു സ്ത്രീയെ കടിച്ചു വന്ന ദിവസമാണ് വനം വകുപ്പ് മന്ത്രി പോയിട്ട് കോഴിക്കോട് അവിടെ ഫാഷൻ ഷോയിൽ പോയിട്ട് പാട്ടുപാടുകയും നൃത്തം ചെയ്തു. ഇവിടെ ഇന്നലെ ആ കുട്ടി മരിച്ച ദിവസം ആ കുട്ടിയെ കുറ്റപ്പെടുത്തി വൈകുന്നേരം പോയി സൂംബ ഡാൻസ് നടത്തുക. ഇവർക്കൊന്നും മനസാക്ഷിയില്ലെന്നാണ് ഞങ്ങളുടെ ചോദ്യം.